വീട്ടിൽ നല്ല രീതിയിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബാലാജി കഫേയിലെ പൈനാപ്പിൾ കേസരിയുടെ ഹൽവയുടെ റീൽ കണ്ടത്. പിന്നീട് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഹൽവ കഴിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്താണ് ഈ സ്പോട്ടെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ട്രിവാൻഡ്രത്ത് വന്ന് അന്നോട്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് പണി തന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പേടിയുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് വേറെ ഒരു വഴിയില്ല എന്നിട്ട് ഗൂഗിൾ മാപ്പിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഇന്നെന്തോ കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ടോ ഞങ്ങളെ പറ്റിച്ചു മതിയായതുകൊണ്ടോ ഗൂഗിൾ മാപ്പ് കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തന്നു. നേരത്തെ ചെന്ന അത്ര വലിയ തിരക്ക് കാണില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ 6:30 സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആളുകളും അങ്ങനെ വിചാരിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങളുടെ കയ്യിൽ കേസരിയും ഹൽവയും കിട്ടിയത്. കേസരിയും ഹൽവയും അവിടെ ഇരുന്ന് ട്രൈ ചെയ്തതിന് കേസരിക്ക് 15 രൂപയും ഹൽവയ്ക്ക് 20 രൂപയാണ്. ഞാൻ മധുരത്തിൻ്റെ അത്ര വലിയ ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കിത് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഹൽവ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കേസരി കുഴപ്പമില്ലായിരുന്നു. കേസരിക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹൽവയാണ്. മധുരം എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് കുറേ കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കേസരിയും ഹൽവയും ഞങ്ങൾ ഓരോന്നും 2 വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാഴ്സൽ വാങ്ങുന്നതിന് കേസരിക്ക് 75 രൂപയും ഹൽവയ്ക്ക് 100 രൂപയാണ്. ഈ ലൊക്കേഷൻ വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ അമ്പലത്തിലും പോയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു കഫേയിൽ പോയി 3 ഷവർമയും വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വഴി തെറ്റാതെ ഇത്രയും നേരത്തെ വീട്ടിലെത്തുന്നത്.